ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തിന് ഇന്ന് ജോയ്ഫുൾ ഡേ ആണ്. CPM-നെതിരെ ഏത് ചെകുത്താൻ നിന്നാലും വിജയിക്കുമെന്ന് പറഞ്ഞ PV അൻവറിന് പക്ഷേ അങ്ങനെയല്ല. പിണറായിസവും ജനവും തമ്മിലുള്ള പോരാട്ടമെന്ന് പറഞ്ഞ 24 മണിക്കൂർ തികയും മുൻപ് PV അൻവർ മറ്റൊരു പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് മറ്റു പാർട്ടിയിൽ തന്റെ പിൻഗാമിയെ മനസ്സിൽ കാണുകയും പുറത്തേക്ക് പറയുകയും ചെയ്ത അൻവർ VS ജോയ്ക്കും വലിയ പ്രതീക്ഷകൾ നൽകുകയായിരുന്നു. അകത്തോ പുറത്തോ എന്നറിയാതെ എത്ര നാൾ എന്ന ചിന്തയിൽ അക്ഷമനായി ഷൗക്കത്തിന് വിജയസാധ്യതയില്ല എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അൻവർ. ഷൗക്കത്തെങ്കിൽ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം മറന്ന് സ്വയം മത്സരിക്കുമെന്ന ഭീഷണിയും മുഴക്കിയതായി വാർത്തയുണ്ട്. അതിരുവിട്ട അൻവറിനെ അത്ര വേഗം അടുപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. പതുപോലെ ഒറ്റപ്പേര് AICCക്ക് കൈമാറി KPCC. ലീഗിന്റെ മാധ്യസ്ഥത്തിൽ മുന്നണി പ്രവേശമെന്ന അവസാന തന്ത്രവും ഇപ്പോൾ അൻവർ എടുക്കുന്നു. നിലമ്പൂരിലെ നാടകീയ തുടക്കം കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന CPM-ന്റെ മറുതന്ത്രം എന്താണ്? നിലമ്പൂരിൽ നിലവിട്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും M പ്രകാശൻ, മുസ്ലിം ലീഗിൽ നിന്നും PK നവാസ്, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപാറ എന്നിവരാണ്. ക്ഷമിക്കണം, നാടകീയ സംഭവങ്ങൾ നിലമ്പൂരിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടാണ് നമുക്ക് ചർച്ച അല്പം വൈകേണ്ടി വന്നത്. ആദ്യം ഞാൻ PK നവാസിലേക്ക് പോകുന്നു. നവാസ്, എന്താണ് UDF-ൽ കാണുന്നത്? ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു നിലമ്പൂരിൽ. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അൻവർ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാത്രമാണ്. UDF-നെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നതിന് മുൻപും അൻവർ MLA സ്ഥാനം രാജിവെച്ച ശേഷവും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. അത് പ്രതിപക്ഷത്തിരുന്ന് ഞങ്ങൾ ഉയർത്തിയ ഒരു രാഷ്ട്രീയം. അത് അൻവർ വളരെ കൃത്യമായി ഭരണപക്ഷത്തിരുന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കുകയും ചെയ്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് നിലമ്പൂരിൽ ചർച്ചയാകും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പൊളിറ്റിക്സ് ആണ് നിലമ്പൂരിൽ ചർച്ചയാകേണ്ടത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ പൊളിറ്റിക്സിന്റെ അവസാന ഭാഗം ജനം കേൾക്കില്ല എന്നുണ്ടോ? അതിന്റെ അവസാന ഭാഗമാണല്ലോ ഇപ്പോൾ നമ്മൾ കേട്ടത്. അല്ല, നിങ്ങൾ അൻവർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം പോവാണ്. ഞങ്ങൾ പറഞ്ഞത് അൻവർ എന്ന വ്യക്തി മാത്രമല്ല, അൻവറിനായാലും സ്മൃതിക്കായാലും നവാസിനായാലും ഒരു വോട്ടുണ്ട്. പക്ഷേ നമ്മളെ സ്വാധീനിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ വോട്ടുകളാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ വോട്ടുകളാണെങ്കിൽ അൻവർ എന്തിന് രാജിവെച്ചു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അൻവർ രാജിവെച്ചത് CPM-ഉം RSS-ഉം തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെയും കേരളത്തിലെ പോലീസിനകത്തുള്ള RSS-ന്റെ പിടിമുറുക്കലിനെതിരെയുള്ളൊരു പോരാട്ടമായിട്ടാണ് അൻവർ രാജിവെച്ചത്. ആ രാജിവെച്ച രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് ജനങ്ങൾ അഡ്രസ്സ് ചെയ്യുക. വ്യക്തി കേന്ദ്രീകൃതമല്ലല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് ഇവിടെ നിലമ്പൂരിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായി വികസന പ്രവർത്തനങ്ങൾ പാലക്കാട്ടും അതുപോലെ തന്നെ വയനാട്ടിലും ചേലക്കരയിലും ചർച്ച ചെയ്തതുപോലെ പ്രാദേശിക രാഷ്ട്രീയം പാലക്കാട്ടും അതുപോലെ തന്നെ ചേലക്കരയിലും വയനാട്ടിലും ചർച്ച ചെയ്തതുപോലെ നിലമ്പൂരിലും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. സർക്കാർ വിരുദ്ധ സമീപനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലേറ്റവും പ്രധാനമായി ചർച്ചയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ അവിടെ ആയിരുന്ന MLA ശ്രീ PV അൻവർ രാജിവെച്ച് വരാനുണ്ടായ സാഹചര്യം എന്താണ്? അൻവർ ഇപ്പോൾ പറയുന്നത് ഞാൻ രാജിവെച്ചു വന്ന സാഹചര്യത്തെ കൂടുതൽ ഉപയോഗിക്കാൻ എൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്നതാണ്. അല്ലാതെ ഞാൻ രാജിവെച്ചെന്ന സാഹചര്യം മാറിപ്പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണിച്ച ദൃശ്യത്തിനകത്ത് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് എന്തു കാരണത്താലാണോ ഞാൻ രാജിവെച്ചത്, ആ രാജിവെച്ച പ്രശ്നം അതീവ ഗൗരവമായി പോയി തുടരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ ആ കോസിൻ്റെ മുകളിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി, കഴിഞ്ഞ 10 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം RSS-ഉമായി BJP-യുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എത്തിയുന്നത് തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ BJP-യുടെ MP ജയിക്കുന്നിടത്ത് വരെ എത്തിയത് ആ ഡീലിംഗ് ആണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സ്മൃതി ഒരു 2 മിനിറ്റ് സമയം തന്നാൽ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സിന്റെ വേർഷൻ ഞങ്ങൾ പറയാം. 2016 മെയ് മാസം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ രമേശ് ശ്രീവാസ്തവയെ ഉപദേഷ്ടാവായി കൊണ്ടുവന്നു. UDF നേതാക്കന്മാരൊക്കെ വിട്ടു. CPM-ന്റെ തന്നെ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ വന്നപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇവരെ ഉപദേഷ്ടാവിനെ വെച്ചു. ഉപദേഷ്ടാവിനെ വെക്കാം, അവരുടെ ഇഷ്ടമാണ്. കൊണ്ടുവന്ന് വെച്ചത് രമേശ് ശ്രീവാസ്തവ എന്ന് പറയുന്ന 991 ഡിസംബർ മാസം 15-ാം തീയതി കേരളത്തിൻ്റെ പാലക്കാട് പുതുപ്പള്ളിയിൽ CPM പോലും വിമർശന വിധേയമാക്കിയിട്ടുള്ള അന്ന് UDF ഭരിക്കുന്ന ഒരു സമയത്തു തന്നെ അതിനകത്ത് സംഘപരിവാർ അനുകൂലമായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് എന്ന് മലയാളി ഒന്നടക്കം പറഞ്ഞ ആ സിറാജുൽ നിസയുടെ കൊലപാതകമുണ്ടായ രമേശ് ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റിട്ടയർ ചെയ്ത ശേഷം ഉപദേഷ്ടാവായി കൊണ്ടുവന്നത് അത് അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ കാരണമാണ് എന്ന് ഞങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞു.
അവിടുന്ന് കഴിഞ്ഞു DGP ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവന്ന് വെച്ചു. ആരാണ് ലോക്നാഥ് ബെഹ്റ എന്ന് ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ. ലോക്നാഥ് ബെഹ്റ ഗുജറാത്തിലെ NIA കേഡറായി നിൽക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് റീഇൻവെസ്റ്റിഗേഷൻ നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്ത വ്യക്തിയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവന്നു. അവിടെയും തീർന്നില്ല. 2017 ഓഗസ്റ്റ് മാസം 17 ശ്രീ ആനി രാജ തന്നെ പറഞ്ഞത് പോലീസിനകത്ത് RSS ഫ്രാക്ഷൻ പിടിമുറുക്കുന്നു എന്ന് കൈരളി ചാനൽ ചിത്രം സഹിതം പുറത്തുവിട്ടിട്ട് പറഞ്ഞു. 2017 ഓഗസ്റ്റ് മാസം 17 കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിൽ പഠന ശിബിരം നടക്കുന്നു. 27 ഉന്നത കേരള പോലീസിലെ 27 ഉന്നത പോലീസുകാർ നിൽക്കുന്നു. തത്വമസി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പറഞ്ഞത് ഞങ്ങളായിരുന്നില്ല, കൈരളി ചാനലും ആനി രാജയുമായിരുന്നു. അവിടുന്ന് കഴിഞ്ഞ് നമ്മൾ കണ്ടു. ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തെ അടിവരയിടുന്ന തെളിവ് 2018 ശബരിമലയ്ക്ക് 18ാം പടിക്ക് മുകളിൽ വത്സം തില്ലങ്കേരി കേരള പോലീസിന്റെ വയർലെസ് മെസ്സേജ് വയർലെസ് ഉപയോഗിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു നടപടിയും നമ്മൾ കണ്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയവർക്ക് നടപടി കണ്ടില്ല. അതിനപ്പുറത്തേക്ക് യോഗം കൂടിയവർക്ക് നടപടി കണ്ടില്ല. വത്സം തില്ലങ്കേരി അത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരള പോലീസിന്റെ മൈക്ക് ഉപയോഗിച്ചതിന് നടപടി കണ്ടില്ല. 2023 ജൂൺ മാസം 2 റാം മാധവിനെ നേരിട്ട് കണ്ടു കേരളത്തിന്റെ ADGP എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഇവർ തള്ളിക്കളഞ്ഞു. പക്ഷെ പിന്നീട് തെളിവ് സഹിതം പുറത്തു വന്നു. ആരാ റാം മാധവ്? ഞാൻ പറയണ്ടല്ലോ, ത്രിപുര തിരഞ്ഞെടുപ്പ് നയിച്ചത് റാം മാധവായിരുന്നു. കാശ്മീരിൽ PDP BJP അവിശുദ്ധമായിട്ടുള്ള കേരളം ഇന്ത്യ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നണി ഉണ്ടാക്കിയത് ഇതേ റാം മാധവായിരുന്നു ചുമതല വഹിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ആ റാം മാധവും കേരളത്തിന്റെ ശമ്പളം വാങ്ങുന്ന ADGP തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് കേരളം ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്ന പിണറായി വിജയൻ, ഞങ്ങൾ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ പ്രശ്നം 2024 മാർച്ച് മാസം RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ല വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടതും ഈ ADGP. അതിന് പിറകിൽ നമ്മൾ പറഞ്ഞല്ലോ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതിന് തൊട്ട് പിറകിൽ പൂരം ഉണ്ടാകുന്നു. പൂരം കലങ്ങുന്നു. പൂരത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ 1 മാസം മുൻപ് നിങ്ങൾ പുറത്തുവിട്ടല്ലോ. പ്രധാനപ്പെട്ട കേരളത്തിലെ മന്ത്രിസ്ഥാനത്ത് കേരളത്തിലെ മന്ത്രിസഭയിലെ 2ാമൻ ശ്രീ K രാജൻ പറഞ്ഞ എന്താണ്? രാവിലെ ഞാൻ അദ്ദേഹത്തെ കണ്ടു, ഈ അപകടത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, ചില പ്രയാസങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് വൈകുന്നേരം അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചു, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തില്ല, എന്നോട് സംവദിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്ന് 2ാമൻ പറയുമ്പോൾ 2ാമനെ ധിക്കരിച്ച് കളയാൻ 1ാമന്റെ അനുവാദം ഉണ്ടാകണ്ടേ സ്മൃതി? അപ്പോൾ അൻവർ ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. അത് കേരള പോലീസ് സംഘിവൽക്കരിക്കപ്പെടുന്നു, പോലീസിനകത്ത് RSS പിടിമുറുക്കുന്നു. മലപ്പുറം ജില്ലയെക്കുറിച്ച്, മലപ്പുറത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, മലപ്പുറം ജില്ലയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞതും ഇവിടുത്തെ SP ആയിരുന്ന സുജിത് ദാസിനെ നമ്മൾ മറന്നു പോകുന്നില്ല. ആ രാഷ്ട്രീയത്തെ ഇപ്പൊ നിങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിങ്ങൾ എന്തായാലും ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് PV അൻവറിന്റെ രാജിയിലേക്ക് നയിച്ചത്. ഈ വിഷയങ്ങളൊക്കെയാണെന്ന് അൻവർ തന്നെ പലതവണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണല്ലോ നവാസ്. പക്ഷേ ഇപ്പോൾ PV അൻവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇല്ല എന്നാണോ പറയുന്നത്? ഈ പറയുന്ന പിണറായിസത്തിനെതിരെ ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ സ്ഥാനാർത്ഥി പറ്റില്ല, ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നാണ് അവിടെ നിന്ന് വിജയിച്ച് MLA ആയി വന്ന PV അൻവർ പറയുന്നത്. അല്ല, PV അൻവറിന്റെ നിരീക്ഷണത്തെ നമ്മളെല്ലാവരും കേട്ടു. ഞങ്ങൾ പറയുന്നത് ഇവിടെ മത്സരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയല്ലല്ലോ. അവിടെ UDF ഉണ്ട്, UDFന്റെ നേതാക്കന്മാരുണ്ട്, അൻവർ ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയിലേക്കല്ല, അൻവർ പറഞ്ഞ വാക്ക് തന്നെയാണ് ഞാൻ കടമെടുക്കുന്നത്. പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ വോട്ടുകൾ ശേഖരിക്കുക. പിണറായിസത്തിനെതിരെ പോരാട്ടത്തിന് നിങ്ങൾ ഇരിക്കുന്ന ആൾ അവരുമായി ചർച്ച നടത്തുകയും ആ ചേരിയിലേക്ക് പോകാൻ ആലോചിക്കുകയും ചെയ്ത ആൾ എന്നുകൂടിയാണ് ഇപ്പോൾ പറഞ്ഞു പോയിരിക്കുന്ന അൻവർ. ഇങ്ങനെ ഒരാൾ UDFിലേക്ക് വരാനുള്ള ശ്രമങ്ങളും അവിടെ നടത്തുകയാണ്. അപ്പോൾ അൻവറിന് ഇനി UDF പ്രവേശം സാധ്യമാണോ എന്ന ഒരു കാര്യം. ആര്യാടൻ ഷൗക്കത്ത് അപ്പുറത്ത് പിണറായിസത്തെ തോൽപ്പിക്കാനല്ല, പിണറായിസത്തിന്റെ ഭാഗമാകാൻ ചർച്ചകൾ നടത്തിയ ആളാണ് എന്ന ആരോപണം. ഇതിൽ രണ്ടിലും മറുപടി. അല്ല, ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് UDF ചെല്ലുമ്പോൾ പലതരത്തിലുള്ള വാർത്തകളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ വളരെ ഗൗരവമാണ്. പക്ഷേ അത് അൻവറുമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാണ്, അൻവറുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമാണ്. കാരണം അൻവർ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ കോസ് ഉണ്ട്, മെയിൻ റീസൺ ഉണ്ട് അൻവറിന് മുമ്പിൽ. ആ അൻവർ ഞങ്ങൾ നിൽക്കുന്ന ഒരു കോമൺ കോസ് ഉണ്ട്. ആ കോമൺ കോസിനകത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് അൻവർ എന്ന വ്യക്തിയല്ല, അൻവർ ഉയർത്തിയ ഒരു കോമൺ കോസും ഞങ്ങൾ ഉയർത്തുന്ന ഒരു കോമൺ കോസും ഉണ്ട്. അത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകാനുള്ള സാധ്യത ഒരു ഘട്ടത്തിലും അകന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ തന്നെ കോമൺ കോസ് ആണ്, കോമൺ ഇൻഡിവിജ്വൽ അല്ല. അൻവർ ഉയർത്തിയ ഒരു കോമൺ കോസും ഞങ്ങൾ ഉയർത്തിയ ഒരു കോമൺ കോസും ഉണ്ട്. അത് രണ്ടും ഒന്നാണ്.
അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഗവൺമെന്റ് കേരളത്തിൽ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണെന്നും പോലീസിനകത്ത് RSSുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്നും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു MP ജയിക്കുന്നിടത്ത് വരെ എത്തി എന്നതും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അത് അൻവർ പറഞ്ഞപ്പോൾ, ഭരണപക്ഷത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി ഉറക്കെ കേട്ടു. അൻവർ ആത്മാർത്ഥമായി അതിന് പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വാഭാവികമായി കോമൺ കോസിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് ആ പോരാട്ടം നയിക്കും, ഒരുമിച്ച് തന്നെ പിണറായിക്കെതിരെയുള്ള ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാലോ. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങൾ അവിടെ കണ്ടതല്ലേ? ഷാഫി പറമ്പിന്റെ നോമിനിയാണെന്ന് പറഞ്ഞ് DCC പ്രസിഡന്റ് മാറി നിൽക്കുമെന്നൊക്കെ എല്ലാവരും വാർത്ത കൊടുത്തതല്ലേ? അവസാനം എന്ത് സംഭവിച്ചു? അതിഗംഭീരമായി ആ പാലക്കാട് ജില്ലയുടെ പാലക്കാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെ ഞങ്ങൾ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ? അത് ഞങ്ങളുടെ കഴിവ് മാത്രമല്ല, പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ നാട്ടിലെ വോട്ടർമാരുടെ വികാരം കൂടിയാണ്. ആ വികാരം ശേഖരിക്കാൻ കഴിയും വിധം അന്തരീക്ഷത്തെ രൂപപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമാകും. അത് ഞങ്ങൾ പാലക്കാട് തെളിയിച്ചതാണ്. ഞങ്ങൾക്കിനി അത് സാധ്യമാകും. ശരി, ശ്രീ M പ്രകാശൻ, നിങ്ങളും നിരീക്ഷിക്കുകയാണല്ലോ എന്താണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. നാളെ തന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ? ഈ ആര്യടൻ ഷൗക്കത്ത് CPM-വുമായി ചർച്ചകൾ നടത്തിയിരുന്നു എന്ന PV അൻവറിന്റെ ആരോപണത്തോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഇനിയിപ്പോൾ ആര്യടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥി ആയില്ലായിരുന്നുവെങ്കിൽ ആര്യടൻ ഷൗക്കത്തിനെ ഇങ്ങോട്ടേക്ക് വലിക്കാനുള്ള ആലോചനകൾ നിങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. ഇതില് കോൺഗ്രസ് എത്രമാത്രം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ കണ്ടല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ആഹ്ലാദം ഉണ്ടാവേണ്ട ഒരു ദിവസമല്ലേ ഇന്ന്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് വേണുഗോപാലും KPCC ഒക്കെ പറയുന്നതിനിടയിലാണ് അവർ ഈ പായസം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് പായസം തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആകെ ചാണകം. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് അൻവറിനെ കൊണ്ടാടിക്കൊണ്ടാണല്ലോ ഇവിടെ ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉയർന്നു വന്നത്. അതേ അൻവറാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജയസാധ്യതയെ സംബന്ധിച്ചുമുള്ള നിലയെന്ന്. ഇതുപോലെ ഒരു അടി തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് ഏൽക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ? അത്ര ഭീകരമായിട്ട് വലിയ ആഘോഷമായിട്ടാണല്ലോ ഈ 7 മണിവരെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നത്. അവർക്ക് എത്ര കനത്ത അടിയാണ് ഇപ്പോൾ അരമണിക്കൂറുള്ള പ്രസ്താവനയിലൂടെ പത്രസമ്മേളനത്തിലൂടെ അൻവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അൻവറിനെ കുറിച്ച് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? UDF-ഉമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നത് എങ്ങനെയെന്നുള്ളത് 2 ദിവസക്കാലം കൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. 2 ദിവസം വേണ്ടി വന്നില്ല, ഒറ്റ ദിവസക്കാലം കൊണ്ട് അൻവർ പ്രഖ്യാപിച്ചല്ലോ അതെങ്ങനെയാണ് എന്ന്. എന്നാൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് പറഞ്ഞു, 3ാമത് പിണറായി സർക്കാരിലേക്കുള്ള തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടാണ്. പിന്നിട്ട് പോയി 9 കൊല്ലക്കാലമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളാണല്ലോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കേരളമായി കാണുന്നത്. കേരളത്തിലാകെ LDF-ന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് അണിചേർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, അതുപോലെ തന്നെ അവരുടെ മുഖങ്ങളിലുള്ള ആവേശം, അവയെല്ലാം വ്യക്തമാക്കുന്നത് നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ നിന്ന് ഈ കേരളത്തിൽ LDF-ന്റെ ഗവൺമെന്റ് പദ്ധതിന് ശേഷം വന്നിരിക്കുന്ന മാറ്റത്തെ എത്ര ജാജ്വല്യമാനമായി സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമാകുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഉന്നയിച്ച വാദങ്ങളെല്ലാം ഈ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് എങ്ങനെ പൊളിഞ്ഞു എന്നുള്ളത് ഇവിടെ പറയേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ പ്രതി പറയുന്ന കുറേ പേരുകൾ, പിന്നെ അജിത് കുമാർ, ശ്രീവാസ്തവ, ബെഹ്റ പറയുന്ന കേട്ടത് ഇവരെല്ലാം BJPയുടെ നേതാക്കന്മാരാണെന്ന് അല്ലല്ലോ. ഇവരെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ? BJPയുമായിട്ട് ബന്ധം സംബന്ധിച്ച് പറയുന്നതിന് അജിത് കുമാറുമായിട്ട് ബന്ധം, അതുപോലെ രമൺ ശ്രീവാസ്തവയുമായിട്ട് ബന്ധം, സുരേന്ദ്രൻ കോൺഗ്രസ് അവരെല്ലാം ഇവിടെ ഉത്തരവാദപ്പെട്ട പോലീസ് അധികാരി എന്നുള്ള നിലക്ക് അവരെല്ലാ പാർട്ടിക്കാരെയും കാണും. CPM-മാരെ കണ്ടിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ലീഗിന്റെ ആളെ കണ്ടിട്ടുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി കേരളത്തിലൊരു MLA പോലില്ലാത്ത RSS നേതാവിനെ എന്തിനു കാണണം കേരളത്തിന്റെ DGP? അല്ല ഞാൻ ചോദിക്കട്ടെ, മിണ്ടായിരിക്കണോ? നീ മിണ്ടായിരിക്കണോ? നീ പറയുമ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഇങ്ങനെ സംസാരിക്കരുത്. അദ്ദേഹം ഇടപെട്ട് ചോദിച്ചതാണ്. നല്ല ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാം, നല്ല ഭാഷയിൽ സംസാരിക്കാം. ശരി, താങ്കൾക്ക് ഇടപെടുന്നത് താല്പര്യമില്ല, ശരി, അത് പറയാം. ഞാനത്തെ പറഞ്ഞുള്ളൂ.
ഞാൻ പറഞ്ഞ ഇടപെടാൻ പാടില്ലെന്നാണ് അല്ല. അദ്ദേഹം പറയുന്ന താങ്കൾ ഉപയോഗിച്ച ഭാഷ ശരിയല്ല. അദ്ദേഹം പറഞ്ഞു അത് മാന്യമായി പറയണം പക്ഷേ. പോട്ടെ. അത് മാന്യമായി പറയണം. അത് മാന്യമായിട്ടല്ല പറഞ്ഞത് ശ്രീ എം പ്രകാശൻ. മാന്യമായി പോട്ടെ. പറയണം. ഇനി അത് ഉപയോഗിക്കാതിരിക്കുക. പറഞ്ഞു. അമാന്യമായ ഒരു വാക്കും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞു താങ്കൾ റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കിയാൽ മതി. ഇനി അതിൽ തർക്കം വേണ്ട. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഇനി അതിൽ തർക്കം വേണ്ടെന്നേ. അത് വിടൂ. ഇനി അങ്ങനെ പറയാതിരിക്കൂ. ഇനി പറഞ്ഞു. ഇതെല്ലാം ഇത് നിങ്ങളോ നേതാക്കന്മാരോ എല്ലാം കാണുന്നതെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം. ജനങ്ങളാണ് കാണുന്നത്. അവർ തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ സംസാരിക്കുന്നിടക്ക് കടന്ന് സംസാരിക്കാൻ മറ്റൊരാൾ ഞാൻ അനുവദിക്കാത്തിടത്തോളം കാലം സന്നദ്ധമാവരുത്. അത് പറയുമ്പോൾ ഇടപെടും, ഇനിയും ഇടപെടും. പിന്നെ RSSന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്നുള്ളത് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ? മാന്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഒരു മിനിറ്റ് ശ്രീ എം പ്രകാശൻ, ഈ കേന്ദ്രമന്ത്രിമാരെ കണ്ടതിനെ കുറിച്ചോ BJPയിലെ ഭരിക്കുന്ന ഭരണത്തിലിരിക്കുന്നവരെ കണ്ടതിനെ കുറിച്ചോ അല്ലല്ലോ നമ്മൾ ആരോപണമായി കേട്ടത്. RSS നേതാക്കളെ എന്തിനാണ് കണ്ടത് എന്നുള്ളതാണല്ലോ. അതിൽ മുഖ്യമന്ത്രി ഈ ഘട്ടം വരെയും മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകാര്യമാണെന്നേ. അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നലാണ് നിങ്ങൾ പുറത്തേക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. അതാണ് ഇപ്പോ അതിന് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘ് ഇന്ത്യയിലെ കടുത്ത വർഗീയ പ്രസ്ഥാനമാണ്. ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കേണ്ട പ്രസ്ഥാനമാണ്. പക്ഷേ അവർ വലിയ ജനപിന്തുണയുള്ളൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് രാജ്ഭവനിൽ വന്ന് പ്രസംഗം നടത്താം. അത് ഏത് തരം വർഗീയ പ്രസംഗമായാലും കുഴപ്പമില്ല. അതിലൊരു പ്രതികരണം പോലും നിങ്ങൾ നടത്തില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്ഭവനിൽ അതിനുള്ള സൗകര്യം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് പിൻബലത്തോടെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ? ഇല്ലല്ലോ ശ്രീ എം പ്രകാശൻ. നരേന്ദ്രമോദിയുടെ നിങ്ങൾക്ക് അതിലൊരു എതിർ ശബ്ദം പോലുമില്ലല്ലോ. ഇവിടെ RSSനെ ഞങ്ങളാണ് എതിർക്കുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രസ്താവന പറയാമോ? RSS നേതാവ് രാജ്ഭവനിൽ എത്തി നടത്തിയ പ്രസംഗത്തിൽ CPM നടത്തിയ ഒരു എതിർ പ്രസ്താവന താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഏതെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പൊ പ്രകാശ് മാഷ് RSSനെ പറ്റി പറഞ്ഞു എന്നൊന്നല്ലല്ലോ പ്രശ്നം. ഇന്ത്യയിൽ RSSനെ ചെറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത്? ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. സ്തുതിക്ക് ഞങ്ങളാണ്. നൂറുകണക്കിന് പേരുടെ ജീവൻ ആയിരുന്നു. ഇപ്പോഴാണോ? സ്മൃതിക്ക് ബോധ്യം ഉണ്ടാവില്ല. എനിക്ക് ബോധ്യമില്ലാത്തത് ഞാൻ ഇതാണ് ചോദിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് സംഭവമാണ് ചോദിച്ചത്. രാജ്ഭവനിലെത്തി RSS നേതാക്കളുടെ വർഗീയ പ്രസംഗം നടത്തുമ്പോൾ അതിൽ ഒരു എതിർ ശബ്ദം പോലും ഇവിടുത്തെ മുഖ്യമന്ത്രി പോലും അത് ശരിയായില്ല എന്നൊരു വാചകം പോലും പറഞ്ഞായി നമ്മളാരും കേട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിൽ നിന്നും ആ ശബ്ദം ഉയരുകയും ചെയ്തു. നിങ്ങൾ പറയേണ്ടതായിരുന്നു. നിങ്ങളാണല്ലോ RSSനെ ശക്തമായി പ്രതിരോധിക്കുന്നത്. ഇന്ത്യയിൽ CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നു. നിങ്ങൾക്കറിയോ കോൺഗ്രസിന്റെ തീരുമാനം എന്താണെന്ന് അറിയോ? RSSനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ രാജ്യത്ത് ഏതറ്റം വരെയും പോകാം എന്ന് തീരുമാനിച്ച ഒറ്റ പാർട്ടിയേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയാണിത്, കോൺഗ്രസ് ഒന്നുമല്ല. അവിടെ RSSന്റെ വിരോധങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കും. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അൻവർ ഇപ്പോൾ പിണറായി സത്തിനെതിരെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനകത്തെ ഭിന്നത എ ഗ്രൂപ്പിന്റെ വക്താവാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ കോൺഗ്രസ് ഇതിനകത്ത് ഒരു പ്രതികരണം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണമായിട്ട് വന്നതാണ്. സ്വാഭാവികമായും അത് VD സതീശിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് കൂടിയായി കണക്കാക്കേണ്ടി വരും. അതിൽ പറയുന്നത് PV അൻവർ അഥവാ മത്സരിക്കുകയാണെങ്കിൽ, ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അഥവാ മത്സരിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുക CPMനിലെ വോട്ട് എന്നുള്ളതാണ്. ഇതിൽ ഇന്ന് രാവിലെ സതീശൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. PV അൻവർ UDFന്റെ ഭാഗമാകുന്ന എങ്ങനെയെന്ന് 2 ദിവസം കാണുകൊണ്ട് ഞങ്ങൾ വെളിപ്പെടുത്തും. അത് പറഞ്ഞത് അതേ സതീശൻ തന്നെയല്ലേ? ആൾ മാറിപ്പോയിരുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് അൻവറിനെ സംബന്ധിച്ച പ്രതീക്ഷ എന്തായിരുന്നുവെന്ന് ഇന്ന് വൈകുന്നേരം 7 മണി വരെ എന്തായിരുന്നുവെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയാണ് അൻവർ ഇത് പറയുന്നത് എന്നുള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അൻവർ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കോടാലി കൈയായിട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ 6 മാസക്കാലം കൊണ്ട് കൃത്യമായിട്ട് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച്
അൻവറും കോൺഗ്രസും BJP-യും ലീഗും എല്ലാം ഒരേ നിലക്ക് ഞങ്ങളെ എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ശക്തികളാണ്. ശരി, അങ്ങനെയെങ്കിൽ എതിർത്ത് തോൽപ്പിക്കാനുള്ള പ്രമുഖനെ പ്രഖ്യാപിക്കുന്ന നാൾ എപ്പോഴായിരിക്കും? ശ്രീ എം പ്രകാശൻ പ്രമുഖനായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി. അല്ല, ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളത് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുന്നണി കേട്ടിരുന്നു. അപ്പൊ നാളെ ഇല്ല, തീർച്ചയായിട്ടും അതിൽ പറയല്ലോ, നാളെ ഉണ്ടാവില്ല. അല്ല, MV ഗോതമാഷ പ്രസ്താവനകൾ കണ്ടില്ലേ? അല്ല, നാളെ എന്ന് പിന്നീട് സൂചന കേട്ടിരുന്നു, അതാ ചോദിച്ചത് നാളെ ഉണ്ടോ പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ അല്ല, ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ നാളെ വരില്ലേ? ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ നാളെ ആയാലും ആ പ്രസ്താവന തെറ്റായി പോവോ? അപ്പൊ പാർട്ടി ചിഹ്നത്തിലായിരിക്കുമോ സ്വതന്ത്രനായിരിക്കുമോ എന്നതിലും എന്തെങ്കിലും സൂചന തരാനുണ്ടോ? അതെല്ലാം തീരുമാനിച്ച് വരണതല്ലേ എന്ന് അത് നമുക്ക് പിന്നെ കണ്ടറിയാം. അതിലൊന്നും പിന്നെ എന്തെങ്കിലും ഒരു ധൃതി കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് വലിയ നിലക്ക് ശ്രമം നടത്തിയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കോടാലി കൈയാണ് ഇപ്പോ അവരെ പറ്റിയിട്ട് നല്ല നിലക്കുള്ള വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സ്വന്തം പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവായ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന നിങ്ങളെല്ലാം ശ്രദ്ധയിലുണ്ടാവും. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ആളുകൾ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരാളും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നില്ല. വേറെ ആരുമല്ല, സാക്ഷാൽ പഴയ KPCC അധ്യക്ഷനാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഞങ്ങൾക്കതിൽ ഒരാശങ്കയുമില്ല. ഞങ്ങൾക്ക് ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തെ 9 കൊല്ലമായി വീക്ഷിക്കുന്ന കടുത്ത രാഷ്ട്രീയ വിരോധമില്ലാത്ത ആരും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് മാഷ് പറഞ്ഞത് ഇത് 3ാമത് LDF ഗവൺമെന്റിലേക്കുള്ള തുടക്കമാണ് എന്ന്. അങ്ങനെ തുടർ ഭരണത്തിലേക്കുള്ള സെമി ഫൈനൽ എന്ന രൂപത്തിൽ കാണുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം തോന്നുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. ഞാൻ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബുവിലേക്ക് എത്താം. ഏതായാലും നിലമ്പൂരിലെ ചിത്രത്തിലേ ഇല്ല, പുറത്തിരുന്ന് കളി കാണാൻ എന്ന് തീരുമാനിച്ചിരിക്കുന്ന BJPക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയേണ്ടതുണ്ട്. BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ 8% വോട്ട്, ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുന്നില്ല, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ 8% വോട്ട്, അത് എങ്ങോട്ടേക്ക് കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി പറയണം. അതോടൊപ്പം എന്താണ് അൻവർ മുന്നിൽ കാണുന്നത്? അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ്? ശ്രീ ജോർജ് പൊടിപാറയും പറയും. എന്നുള്ള സൂചനകൾ ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. പണം വെറുതെ കളയുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. പണവും അധ്വാനവും വെറുതെ കളയേണ്ടതില്ല, തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെക്കാം എന്ന രൂപത്തിലാണല്ലോ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വോട്ട് അത് CPM-ന് കൊടുക്കുകയാണ്, അതാണ് നിങ്ങളുടെ തീരുമാനമെന്ന് ഇവിടെ അൻവർ ആരോപിക്കുന്നു. അല്ല, അൻവറിന് പലതും ആരോപിക്കാം. ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിന് ആദ്യമായിട്ട് കൃത്യമായിട്ട് പറയാം. എൻ്റെ അറിവിൽ BJP തെരഞ്ഞെടുപ്പിനില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്കതെങ്ങനെയാണ് മനസ്സിലായത്? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തുള്ളൂ, ഇടപെട്ട് തുടങ്ങല്ലേ പ്ലീസ്. അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനോടുള്ള ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയപ്പെടുന്നത്, ഒരു വികലമായ രാഷ്ട്രീയം, ഒരു ജനപ്രതിനിധിയുടെ അക്കരപ്പച്ച കണ്ടോടിയിട്ടുള്ള വികലമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം എന്താ? 7-8 മാസമാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ MLA എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടുന്നത്. ഈ 7 മാസം കൊണ്ട് അദ്ദേഹം ചാർജ് എടുത്ത് വന്ന 5-6 മാസം അല്ലെങ്കിൽ 7 മാസം കൊണ്ട് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്യാൻ സാധിക്കുക? സ്മൃതി അതിനെ അംഗീകരിക്കുന്നുണ്ടോ? സ്മൃതിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല 7 മാസം കൊണ്ട് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക, എന്താണ് ഒരു MLAക്ക് അവിടെ ചെയ്യാൻ പറ്റുക, ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ? ഇന്ന് ഷൗക്കത്തിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഷൗക്കത്ത് അൻവറിനെ തേച്ചൊട്ടിച്ചത് സ്മൃതി തന്നെ കണ്ടതല്ലേ. എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പിതാവ് ചെയ്തു വെച്ച പ്രവർത്തനത്തിൻ്റെ തുടർച്ച അദ്ദേഹം നടക്കുക. അപ്പോൾ മറ്റേ അൻവർ എന്ന് പറയപ്പെടുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു MLA എന്ന് പറഞ്ഞില്ലേ. 2018 പ്രളയത്തിൻ്റെ വിഷയം അദ്ദേഹം പറഞ്ഞു, ഇന്നും നീല ടാർപ്പായെ കൊണ്ട് മൂടിക്കെടുക്കുകയാണ് അവർ എന്ന് പറയപ്പെടുന്നു. അവിടുത്തെ പ്രയാസങ്ങൾ ഓരോന്ന് അക്കമിട്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ 9 വർഷക്കാലം നശിപ്പിച്ചു ആ നാടിനെ എന്ന് കൃത്യമായി തന്നെ അൻവറിനെ കുറിച്ച് കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഷൗക്കത്തിനെന്നല്ല അവിടെ ജയിച്ചു വരുന്ന ഒരു MLAക്ക്
വ്യക്തിക്ക് ഈ 7 മാസം കൊണ്ട് ആ നിലമ്പൂരിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സമയമില്ല. ഡിസംബറിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് വരുന്നു, കുറച്ച് മാസങ്ങളോടും കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രവൃത്തി നടക്കുന്നത് പരിപൂർണമായിട്ട് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് BJP ഉള്ളത്. അത് പൊതുസമൂഹത്തിനും അങ്ങനെ തന്നെയാണ് അഭിപ്രായം. ഇത് വിളിച്ചു വരുത്തിയ അവസ്ഥയാണ്. ഈ അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് ഒരു തേളിൻ്റെ സ്വഭാവമാണ്. ഓരിങ്ങനെ പ്രശ്നമുണ്ടാക്കി അവസാനം ആ കൊമ്പ് കൊണ്ട് തന്നെ നെറുതലടിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ തേളിനുള്ളത്. അതേ ശൈലിയാണ്. ആ അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ കേരളത്തിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നീതികേടാണ് ഈ പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത്. അങ്ങോട്ടേക്ക് കയറാമെന്ന് ഓടിപ്പോയി, അവിടെയും സംവിധാനമില്ല, എവിടെ രാജിവെച്ചു, ആ ജനങ്ങളെ വഞ്ചിതരാക്കി, ആ നാടിനെ വഞ്ചിതരാക്കി. എന്നാൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിച്ചോ? അതും കൊടുത്തില്ല. എന്നാൽ ഇനി വരുന്ന ഒരാൾക്ക് കുറച്ച് സമയത്തിന് മുമ്പ് 2 കൊല്ലം മുൻപ് 3 കൊല്ലം മുൻപാണെങ്കിൽ ശരി, അത് പുതിയൊരു MLAക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്തിനായിരുന്നു ഈ ജനങ്ങളെ വഞ്ചിച്ചത് എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്. എന്തിനാണ് ഈ 7 മാസത്തേക്ക് വേണ്ടി ഈ പ്രഹസനം നടത്തുക എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. നോക്കൂ, വീണ് പോയ പതിറ്റാണ്ട്, അങ്ങനെ തന്നെയാണ് BJP ഇതിനെ കാണുന്നത്. 10 വർഷക്കാലം ഈ കേരളത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള വളർച്ചയുടെ സാധ്യതകളെ പരിപൂർണമായി തകർത്ത ഇടതുപക്ഷ രാഷ്ട്രീയവും അതിന് കുടപിടിച്ചു കൊടുത്ത വലതുപക്ഷ രാഷ്ട്രീയവും, പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലിരുന്ന് പിണറായി ചെയ്തിരുന്ന എല്ലാ പ്രവർത്തികൾക്കും റാൻ മൂളിക്കൊണ്ട് നിന്നുകൊടുത്തു. ഈ നാടിനെ നശിപ്പിച്ചു, ഈ നാടിൻ്റെ വളർച്ചയെ മുരടിപ്പിച്ചു. എന്നിട്ട് ഇനി 7 മാസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പും വെച്ച് ഒരാളെ ജയിപ്പിച്ചു കൊണ്ടുപോയി എന്ത് രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത്? എന്ത് വികസനമാണ് ജനങ്ങൾക്ക് കിട്ടുക? എന്താണ് ഈ വോട്ട് ചെയ്ത വോട്ടർമാർക്ക് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക 7 മാസം കൊണ്ട്? ഒന്ന് കൃത്യമായിട്ടൊന്ന് സ്മൃതി അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത് ആ മണ്ഡലത്തിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ജയസാധ്യത ഉള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലായിടത്തും നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ടല്ലോ. ഇപ്പോൾ നിലമ്പൂരിന്റെ കാര്യത്തിൽ മാത്രം മറിച്ചൊരു നിലപാടെടുക്കാൻ കാരണം എന്താണ്? അത് നിങ്ങൾ വോട്ട് മറിക്കാനാണ് എന്ന് നിങ്ങൾക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയുണ്ടോ? ഇനി അൻവറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം രോഷം ഉള്ളത് അൻവർ ഉന്നയിച്ച പ്രധാനമായും CPM RSS ബന്ധത്തെക്കുറിച്ചാണ്, പോലീസ് RSS ബന്ധത്തെക്കുറിച്ചാണ്. അതാണോ നിങ്ങളെ അൻവറിനെതിരെ ഇത്ര രൂക്ഷമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അയാൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മളിതിന് മറുപടി പറയണം. ആൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ നിർത്തിക്കൊണ്ട് തന്നെ കലക്കി കൊടുത്തില്ലേ. ഇപ്പോൾ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ എന്ത് പറയും നമുക്ക് അറിയാൻ പറ്റില്ല. മറ്റന്ന് ചിലപ്പോൾ വേറെ പറഞ്ഞ് ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെ പോകുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ വേറൊരു ദിവസം പോയിട്ട് ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നില്ല. സിനിമയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോകുന്നവരെ വിളിച്ച് പ്രകടനം നടത്തിയ വ്യക്തിയെക്കുറിച്ച് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാനും BJP പോലത്തെ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് താല്പര്യവുമില്ല. പറയുന്നുള്ളൂ, ഞങ്ങൾ കച്ചവടം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായി എന്താ നിങ്ങളുടെ വോട്ട് എങ്ങോട്ടേക്കാണ്? എന്താ സ്മൃതി, നിങ്ങളുടെ വോട്ട് എങ്ങോട്ടേക്കാണ്? ഞങ്ങളുടെ വോട്ട് പരിപൂർണമായിട്ട് ഞങ്ങൾ മത്സരിക്കില്ല എന്ന് ഞങ്ങൾ ഇന്നുവരെ അറിയിച്ചിട്ടില്ല. നമ്പർ 1. നമ്പർ 2, ഇതൊരു അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് എന്ന ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള തീരുമാനം. 3, ഇത് ജനങ്ങളോട് ചെയ്ത നീതികേടാണ്. ഒരു കാരണവശാലും ഇവിടെ ജയിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിലമ്പൂർ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ സമൂഹം തന്നെ വിലയിരുത്തും. ഇത് പരിപൂർണമായി ജനങ്ങളോട് കാണിച്ച നീതികേടിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷവും കാണിച്ച നന്ദികളാണ് കാണുന്നത്. ഇതുകൊണ്ട് ഒരു ഉപകാരം പൊതുസമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് BJP ഇതിനെ എതിർക്കുന്നത്. പക്ഷേ BJP മത്സരിക്കുന്നില്ല എന്ന് BJP പറഞ്ഞിട്ടില്ല. BJPയെ സംബന്ധിച്ച് BJPയുടെ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ്. ആ കേന്ദ്ര കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കും. ആ ഉചിതമായ തീരുമാനമെടുത്തതിന് ശേഷം മാത്രമാണ് സ്മൃതി ചോദിച്ച കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുക. കാരണം ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് സ്മൃതി തീരുമാനിച്ചതുകൊണ്ടായില്ല, അത് പാർട്ടി തീരുമാനിക്കണം. ആ പാർട്ടി അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ അനാവശ്യ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുമോ? അതെന്ത് വാചകമാണ്? ഈ 2 ദിവസമായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധനനഷ്ടം, അധ്വാന നഷ്ടം എന്നതാണ്. ഇതെല്ലാം തന്നെ കേന്ദ്രീകരിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്നും ആവർത്തിച്ചു പറഞ്ഞു. പിന്നെ അതിൽ കൂടുതൽ എന്താണ് ഇനി പറയാനുള്ളത്? അല്ല, പരിപൂർണമായിട്ട് അനാവശ്യം തന്നെയല്ലേ സ്മൃതി? ഒരു രാഷ്ട്രീയമോ ഒന്നുമല്ല, അതൊരു മാധ്യമ പ്രവർത്തക എന്ന രീതി, വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തക എന്ന രീതിക്ക് ഞാനൊരു വ്യക്തിപരമായിട്ടുള്ള ചോദ്യം സ്മൃതിയോട് ചോദിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഗുണം കിട്ടും? ഒരു പുതിയ പദ്ധതി കിട്ടോ? ഒരു തൊഴിലിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവുമോ? ഒരു സാധാരണക്കാരൻ്റെ പ്രയാസം മാറ്റുന്ന ഒരു മാറ്റങ്ങൾ അനുസരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? MLAയുടെ ഭാഗമായിട്ട് ഒരു റോഡ് ഉണ്ടാക്കാൻ സാധിക്കും, ഒരു തോട് ഉണ്ടാക്കാൻ സാധിക്കും, ഒരു പാലം ഉണ്ടാക്കാൻ സാധിക്കും.
തോന്നുന്നുണ്ടോ? ശരി, സ്മൃതിക്ക് ഞാനൊന്ന് തോന്നുന്നുണ്ടോ? ജോർജ് പൊടിപാറയിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് പൊടിപാറ, എന്താണ് PV അൻവർ മുന്നിൽ കാണുന്നത്? PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ്? UDF-ലേക്ക് പ്രവേശനം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ സമയമായില്ല എന്നാണ് അദ്ദേഹത്തോട് കോൺഗ്രസ് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ രോഷം കൊണ്ടാകണം ഇന്ന് രാവിലെ മുതൽ ആര്യടൻ ഷൗക്കത്തിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM-വുമായി ചർച്ച നടത്തിയ ഒരാളെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് പറയുന്നു. ഇനി അങ്ങോട്ട് മുന്നണി പ്രവേശനം എത്രത്തോളം സാധ്യമാണ്? ഇനി PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ തന്നെ അതിനൊടുവിൽ എന്ത് സംഭവിക്കും? ഇതിൽ PV അൻവറിന്റെ കാര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പായി ഇതിനെ കാണേണ്ടതുണ്ടോ? വളരെ കൈവിട്ടൊരു കളി കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് ഇന്നത്തെ ഈ അവസാനത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടിക്കോ UDF-നോ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിന്റെ ഒരു ആഹ്ലാദ നിമിഷത്തിൽ, നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ സന്തോഷത്തിന്റെ ഒരു ക്ലൈമാക്സ് നിമിഷത്തിൽ ഇത്തരത്തിൽ ആ മുന്നണിയുടെ സാധ്യതകളെ തകർക്കുന്ന രീതിയിൽ ആ മുന്നണിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെയാണ് ഇനി മുന്നണിയിൽ ചേർക്കുക? മാത്രമല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹം ഈ CPM വിട്ടത് മുതൽ UDF-നെ ഡിക്റ്റേറ്റ് ചെയ്യാണ്. സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, ഒരു കോൺഗ്രസ് പാർട്ടിക്കല്ല, UDF-നല്ല, ഏതെങ്കിലും പാർട്ടിക്ക് ആ പാർട്ടിയിൽ അല്ലെങ്കിൽ ആ മുന്നണിയിൽ അംഗമല്ലാത്ത, ആ മുന്നണിയിൽ പ്രവേശനം കാത്തു കഴിയുന്ന ഒരാൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് മുൻകൂട്ടി പറയുക, അല്ലെങ്കിൽ ഇന്നയാളെ ആക്കണം എന്ന് പറയുന്നത് തന്നെ എന്ത് മര്യാദയാണത്? മാത്രമല്ല, ഞാനിപ്പോഴും വിചാരിക്കുന്നത് PV അൻവർ നിർദ്ദേശിച്ച ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ PV അൻവറിന്റെ ബ്ലാക്ക് മെയിലിംഗിൽ, സമ്മർദ്ദ തന്ത്രത്തിൽ UDF വഴങ്ങി വിധേയരായി എന്നുള്ളൊരു വലിയ ആക്ഷേപം കേൾക്കേണ്ടി വരുമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ VS ജോയിയുടെ ആ സാധ്യത ഇല്ലാതാക്കിയത് വാസ്തവത്തിൽ PV അൻവർ ആണെന്നാണ് ഞാൻ പറയാം. പക്ഷേ ഇങ്ങനെ PV അൻവർ നേരത്തെ മുതൽ ഈ ആര്യയുടെ ഔക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലെന്നും VS ജോയിയെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കാൻ പാടുള്ളൂ എന്നുള്ള നിലയിൽ നിരന്തരമായി സംസാരിച്ചത് കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും വല്ലാത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അവര് ഷൗക്കത്തിനെ ഒഴിവാക്കി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയം പറയുന്നത് എന്താ? PV അൻവറിന്റെ ഇപ്പൊ പറയുന്ന പ്രകാശ് മാഷ് പോലും പറയാൻ പോകുന്നത് എന്താ? കണ്ടില്ലേ? PV അൻവർ എന്താവശ്യപ്പെട്ടു അത് മുഴുവൻ അംഗീകരിച്ചു കൊടുത്ത് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പോലും ആരാണെന്ന് നിശ്ചയിച്ച് ആ PV അൻവറിനെ എന്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഇതിലും വലിയൊരു നാണക്കേടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കില്ലായിരുന്നു. ഈ യഥാർത്ഥത്തിൽ ആര്യടൻ ഷൗക്കത്തോ VS ജോയോ എന്നുള്ള ചോദ്യങ്ങൾക്കിടയിൽ ആര്യടൻ ഷൗക്കത്തിലേക്ക് കോൺഗ്രസ് പോയത് എന്തുകൊണ്ടായിരിക്കാം? ഈ പറഞ്ഞതുപോലെ അവിടുത്തെ മലയോര കർഷകനായ, ഈ പറഞ്ഞ വന്യജീവി ആക്രമണങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന VS ജോയെ നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ എന്നിപ്പോൾ പരസ്യമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ PV അൻവർ. ആ സാധ്യത ഒന്ന് പരിഗണിക്കാൻ കോൾ വീണ്ടും കട്ടായിരിക്കുകയാണ്. ഞാൻ അവസാനമായി നവാസിലേക്ക് ഒന്നുകൂടി പോകുന്നു. നവാസ്, ഇത്രയധികം കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അന്ന് തന്നെ ആ സ്ഥാനാർത്ഥിക്കെതിരെ എതിർചേരിയുമായി ചർച്ച നടത്തി എന്ന ആരോപണം ഉന്നയിച്ച ഒരാളെ ഇനി മുന്നണിയിലെടുക്കുമോ? അത് സ്വാഭാവികം സംസ്ഥാന നേതൃത്വം പറയേണ്ടതാണ്. സ്മൃതി, ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ BJP-യുടെ പ്രതിനിധി ശ്രീ ഉല്ലാസ് ബാബു എത്ര ദുർബലമായ വാദങ്ങളാണ് പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ ഒരു പാർട്ടി മത്സരിക്കുമോ ഇല്ലേ എന്ന് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം നോക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് എങ്ങോട്ടെന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇപ്പോൾ ഇന്ന് അദ്ദേഹം പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് അക്കരെ പച്ച കണ്ട് കടന്ന രാഷ്ട്രീയക്കാരനാണ്, അൻവർ തേളിനെ പോലെയാണ്, അല്ലെങ്കിൽ അൻവർ ജനങ്ങളെ വഞ്ചിച്ചവനാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ, ഞാൻ പറയുന്നത് അദ്ദേഹം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അൻവർ രാജിവെച്ചു പോകുന്നത് BJP-യും CPM-ഉം തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ എത്ര കണ്ട് അൻവറിനെ ടാർഗറ്റ് ചെയ്യുന്നുവോ അത്ര തന്നെ ടാർഗറ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് BJP-ക്കാർ. ഏതെങ്കിലും UDF വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു വന്നാൽ നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയം, ആ സ്പെസിഫിക് ആ ഇഷ്യൂ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടും. അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരാളല്ല രണ്ടാളാണ് അപ്പുറത്ത് കുറ്റാരോപിതരായി നിൽക്കുന്നത്. അതിൽ രണ്ടാമത്തെ കക്ഷിയാണ് BJP. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രയോഗത്തെ ഞാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണഘടനാപരമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുമെന്ന് ആലോചിക്കണം എന്ന് പറയുന്നു. ഉല്ലാസ് ബാബുവിന് ചോദ്യമുണ്ട്, വേഗം ചോദിച്ചോളൂ, സമയം കഴിയാണ്. ചോദിക്കൂ.
സ്മൃതിയുടെ റിപ്പോർട്ടർ ചാനലിന്റെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അൻവറിന്റെ വാക്കുകളും അതേപോലെ തന്നെ ഷൗക്കത്തിന്റെ വാക്കുകളും കേട്ടിരുന്നു. അത് ഷൗക്കത്ത് പറഞ്ഞ കാര്യങ്ങൾ ഈ ഇദ്ദേഹത്തൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. എന്താണ് ഷൗക്കത്ത് പറഞ്ഞത്? ഈ അൻവർ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയുടെ 9 വർഷം എന്ന് പറയപ്പെടുന്ന പരിപൂർണ്ണ പരാജയമായിരുന്നു എന്ന് പറയാതെ കൊണ്ട് പറഞ്ഞ അറിയില്ല. 2018 മുതൽ അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അവർ ഇന്നും പ്രയാസം അനുഭവിക്കുന്ന പറയുക 30 വർഷക്കാലം നിലമ്പൂരിന്റെ പ്രതിനിധിയായിരുന്ന തന്റെ പിതാവിന്റെ കാര്യമല്ലേ സ്വാഭാവികമായിട്ടും ആരെയും ഷൗക്കത്ത് പറയുക. ആ പറഞ്ഞ വ്യക്തിയാണ് സെക്യുലറിസത്തെ കുറിച്ച് പറയുന്നത്. അൻവർ ആയിക്കോട്ടെ, ഷൗക്കത്ത് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, ഓക്കച്ചങ്കന്മാരെ പോലെ നിന്നുകൊണ്ട് ജനങ്ങളോട് കാണിക്കുന്ന നീതികേടും ചതിയുമാണ് സ്മൃതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 7 മാസം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണ്. 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല, നല്ല റോഡ് ഉണ്ടാക്കാൻ പറ്റില്ല, നല്ല തോടുണ്ടാക്കാൻ പറ്റില്ല, നല്ല പാലം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലല്ലോ മത്സരിക്കാറ്. നിങ്ങൾ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്. ആ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ കൂടിയാണല്ലോ. അതൊന്നും പറയണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. നവാസ്, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രകാശ് മാഷ് പറഞ്ഞൊരു വാചകത്തിന് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. പ്രകാശ് മാഷ് പറഞ്ഞത് RSSന്റെ നേതാക്കന്മാരെ കേരളത്തിന്റെ ADGP പോയി കണ്ടത് കുഴപ്പമില്ല എന്നാണ്. മലയാളി ഇത് കേൾക്കട്ടെ, നിലമ്പൂരിലെ വോട്ടർമാരും പ്രകാശ് മാഷിന്റെ വാചകം കേൾക്കട്ടെ. ഒരു MLA പോലും ഇല്ലാത്ത, അന്നൊരു MP പോലും ഇല്ലാത്ത, കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയമായ ഒരു പ്രസക്തി പോലും അല്ലാത്ത BJPയുടെ RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും BJPയുടെ ദേശീയ വാക്താവും വരുമ്പോൾ കേരളത്തിൽ ഇവിടെ UDF സ്ഥാനാർത്ഥി 27,000 വോട്ടിന്റെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് നേരത്തെ PV അൻവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം എന്താണ്? നിലമ്പൂരിലെ സംശയം ഉണ്ടാവില്ല. നിലമ്പൂരിലെ ജനങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ ആരാണ് RSSനെ എതിർക്കുന്നതെന്ന കാര്യം കൃത്യമായിട്ട് അറിയാം. അത് അറിയിക്കാൻ CPM-ന് സാധിക്കും. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഞങ്ങള് അതെങ്ങനെയാണ് സാധിക്കുന്നത്? പാർട്ടി കോൺഗ്രസിലെ പ്രമേയങ്ങളിലൂടെ അവരെ തോൽപ്പിക്കലാണ്. ഒരു കോട്ട എന്ന് പറയപ്പെടുന്ന ഒന്നും പറഞ്ഞില്ലെന്ന് അനുഭവമേ ഉള്ളൂ. ഞാൻ അവസാനമായി ശരി, നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് പോരാട്ടത്തിന്റെ ദിവസങ്ങൾ, ചിത്രം കഴിയാൻ ഇനി അല്പം കൂടി ബാക്കിയുണ്ട്. 2 ദിവസത്തിന് ശേഷമുള്ള അൻവറിന്റെ നീക്കം അറിയണം. അൻവറിന്റെ നീക്കം അറിഞ്ഞ ശേഷമാണോ CPM സ്ഥാനാർത്ഥി എന്ന് കൂടി അറിയണം. അത് തിരിച്ചറിഞ്ഞില്ല. വളരെ നന്ദി ശ്രീ M പ്രകാശൻ. കരക്കിരുന്ന് കളി കാണുകയല്ലേ നിങ്ങൾ? ശ്രീ ഉല്ലാസ് ബാബു, വളരെ നന്ദി. ഉല്ലാസ് ബാബുവിനും PK നവാസിനും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.